ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സഹായ മനസ്ഥിതി വളരെയധികം കൂടുതലുള്ളവരും സുഹൃത്ത് ബന്ധങ്ങളെയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാർക്ക് സുഖദുഃഖങ്ങൾ മാറി മാറി വരുമെങ്കിലും ദുഃഖവും അവശതയും ഉള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ളതായ സഹായം ചെയ്യുവാൻ വളരെ ഇഷ്ടമുള്ളവരാണ്. എന്നാലോ ചില കാര്യങ്ങളിൽ ക്ഷമാശീലം വളരെ കുറഞ്ഞവരായതുകൊണ്ട് സഹായിച്ചവരിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ എന്തെങ്കിലും വിഷമതകളും പ്രയാസങ്ങളും വന്നാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിട്ടും പ്രതികരിക്കുന്നവരായിട്ടും മാറാറുണ്ട്. എന്നാലോ ശത്രുതാ മനോഭാവവും വൈരാഗ്യബുദ്ധിയും കുറഞ്ഞവരായതുകൊണ്ട് കുറേ കഴിയുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറുന്നവരായിട്ടും ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട്. ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മെയ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ പൂരാടം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. എന്നാലോ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഈ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് മെയ് മാസം 14-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽപരമായിട്ടാണെങ്കിൽ ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അത്ര തന്നെ അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ. എന്നാൽ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം ഈ വ്യാഴം നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും ലാഭസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് 14-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും കുടുംബപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മെയ് മാസം 14-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു മാസം കൂടിയാണ്. വിശേഷിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.